താങ്കളുടെ പേര്? റഷീദ്. എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 1 കൊല്ലമായി കാണും. അതിനു മുന്നേ ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു. വൈകുന്നേരം എത്ര മണിക്കാണ് താങ്കളുടെ ഡ്യൂട്ടി ആരംഭിക്കുന്നത്? 6 മണിക്ക്. ഇന്നലെ വൈകുന്നേരം, അതായത് ലാസ്റ്റ് ഇവനിങ് എത്ര മണിക്കാണ് പൂജയും മീരയും ഹോസ്റ്റലിലേക്ക് വന്നത്? 7 മണി കഴിഞ്ഞു കാണും സാർ. 7 മണി കഴിഞ്ഞാണ് എന്ന് വെച്ചാൽ 7:30 ആയി കാണും അല്ലേ? അല്ല സാർ, 7:10, 7:15. വൈകുന്നേരം മഴയുണ്ടായിരുന്നു? കനത്ത മഴയുണ്ടായിരുന്നു. കറണ്ട് വന്നും പോയി ഇരുന്നു. അത് കാരണം എമർജൻസി ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോളാം ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ ജനറേറ്റർ ഇല്ലേ? ഇല്ല. ആരോട് എമർജൻസി എടുത്തു വെക്കാൻ പറഞ്ഞത്? പൂജയോട്. ഹോസ്റ്റൽ പുറത്തുനിന്ന് ആരെങ്കിലും വരാറുണ്ടോ? ഐ മീൻ ആണുങ്ങൾ ആരെങ്കിലും? രാത്രി ആരും വരാറില്ല സാർ. പകലത്തെ കാര്യം എനിക്കറിയില്ല. ഇന്നലെ വൈകിട്ട്, അതായത് മീരയെ കാണാതായി എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനു മുമ്പോ ശേഷമോ ഹോസ്റ്റൽ എന്തെങ്കിലും പ്രത്യേകമായി താങ്കൾ കണ്ടിരുന്നോ? അതായത് അപരിചിതരാരെങ്കിലും? ഇല്ല സാർ. അവർ ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ എന്തു ചെയ്യാറുണ്ട്? പുറകിലെ വരാന്തയിൽ 2-3 ഓട് പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. മഴ പെയ്യുമ്പം പാത്രം എന്തെങ്കിലും എടുത്തു വെച്ചില്ലെങ്കിൽ വെള്ളം ഒഴുകി അകത്ത് കയറും. അതെടുത്തു വെക്കാൻ പോയതായിരുന്നു ഞാൻ. എത്തിയോ? എവിടായിരുന്നു? എന്താ ഇത്ര വൈകിയത്? ടെക്സ്റ്റൈൽസിൽ ഇറങ്ങാൻ അല്പം വൈകി ചേട്ടാ. കറണ്ട് വന്നും പോയി ഇരിക്കുക. നന്നായിട്ട് ഇടിയും വെട്ടുന്നുണ്ട്. എമർജൻസി ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോ. അതിനുശേഷം ഒരു 8-8:30 മണിയായി കാണും. പൂജ വീണ്ടും എന്നെ അന്വേഷിച്ചു വന്നു. മീരയെ കാണുന്നില്ല, എന്നോട് കണ്ടോന്ന് ചോദിച്ചു. എല്ലാ മുറിയിലും നോക്കാൻ ഞാൻ പറഞ്ഞു. കുറെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെയൊക്കെ നോക്കിയെങ്കിലും കണ്ടില്ല. ഒരു കാര്യം ചെയ്യണം. ഓ, നാളെ രാവിലെ ഒരു 11 മണിക്ക് വീണ്ടും ഇങ്ങോട്ട് വരണം. ശരി സാർ. എനിക്കറിയാത്തതായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ മേരിക്കുള്ളതായിട്ട് പൂജയ്ക്കറിയോ? അങ്ങനൊരു പ്രശ്നങ്ങളോ അനാവശ്യ ബന്ധങ്ങളോ ഒന്നും മീര സൂക്ഷിച്ചതായി എനിക്കറിയില്ല. എപ്പോഴും ഹാപ്പി ആയിരുന്നു. ആരോടും പിണങ്ങാറില്ല. അനാവശ്യമായി ഒരു ഫോൺ കോള് പോലും, എന്തിന് ഒരു FB അക്കൗണ്ട് പോലും മീര ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സഞ്ജയ്, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് പോയിട്ട് നാളെ വരാം. എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാനുണ്ട്. ചേട്ടാ, വാ. സഞ്ജയ്, പറയുന്നത് കേക്ക്. മീരയ്ക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നമുക്കിവിടേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരേണ്ടതുണ്ട്.